ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയാകാറുണ്ട്. ലോകശക്തികൾ ഇസ്രായേലിന് പിന്നിൽ അണിനിരന്നപ്പോൾ ഇറാൻ എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ നേരിട്ടത്? ദ വയറിൽ വന്ന ഒരു ശ്രദ്ധേയമായ ലേഖനം പറയുന്നത്, ഈ യുദ്ധത്തിൽ ഇറാൻ തകരാതെ പിടിച്ചു നിൽക്കുന്നത് തന്നെ അവരുടെ വലിയ വിജയമാണെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സൈനിക ശക്തിയെ താരതമ്യം ചെയ്താൽ വലിയ വ്യത്യാസമുണ്ട്. ഇസ്രായേലിന് ലോകത്തിലെ ഏറ്റവും അത്യാധുനിക ആയുധങ്ങളും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്. എന്നാൽ ഇറാൻ പതിറ്റാണ്ടുകളായി സാമ്പത്തിക ഉപരോധങ്ങളിൽ ശ്വാസം മുട്ടുന്ന ഒരു രാജ്യമാണ്. ഇവിടെയാണ് അസിമെട്രിക് വാർഫെയർ അല്ലെങ്കിൽ അസമമായ യുദ്ധമുറയുടെ പ്രസക്തി. നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഇസ്രായേലിനെ തോൽപ്പിക്കുക എന്നത് ഇറാൻ്റെ ലക്ഷ്യമല്ല. പകരം ഇസ്രായേലിൻ്റെ സൈനിക നീക്കങ്ങളെ പ്രതിരോധിച്ചും തങ്ങളുടെ പ്രാദേശിക സ്വാധീനം നിലനിർത്തിയും പിടിച്ചു നിൽക്കുക എന്നതാണ് അവരുടെ തന്ത്രം. ഇറാൻ്റെ നിലനിൽപ്പ് തന്നെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പശ്ചിമേഷ്യൻ നയങ്ങളുടെ പരാജയമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഇറാൻ്റെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ അതിർത്തികൾക്ക് പുറത്തുള്ള സഖ്യകക്ഷികളാണ്. ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികൾ തുടങ്ങിയ ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ഒരു പ്രതിരോധ വലയം ഇറാൻ തീർത്തിട്ടുണ്ട്. ഇസ്രായേൽ നേരിട്ട് ഇറാനെ ആക്രമിക്കുമ്പോൾ ഈ ഗ്രൂപ്പുകൾ വഴി തിരിച്ചടിക്കാനുള്ള ശേഷി ഇറാനുണ്ട്. ഈ യുദ്ധം നീണ്ടുപോകും തോറും ഇസ്രായേലിൻ്റെ സാമ്പത്തിക ഭദ്രതയും സുരക്ഷയും അത് ബാധിക്കുന്നു. എന്നാൽ ഇറാൻ ഇതിനകം തന്നെ ഉപരോധങ്ങൾ നേരിട്ട് ശീലിച്ചവരാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം നീളുന്നത് ഇറാൻ്റെ തന്ത്രപരമായ നീക്കമാണ്. ഏപ്രിലിൽ ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ലോകത്തെ ഒരു കാര്യം ബോധിപ്പിച്ചു: ഇറാൻ ഭയപ്പെടുന്നില്ല. ഇസ്രായേലിൻ്റെ പ്രതിരോധ കവചമായ അയൺ ഡോമിനെ പോലും വെല്ലുവിളിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചു. അറബ് ലോകത്ത് ഇസ്രായേൽ ഒറ്റപ്പെടുമ്പോൾ പാലസ്തീൻ വിഷയത്തിൽ ഉറച്ച നിലപാട് എടുക്കുന്നതിലൂടെ മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനും ഇറാന് കഴിയുന്നുണ്ട്. ഇത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും നയതന്ത്രപരമായ വലിയൊരു തിരിച്ചടിയാണ്. ചുരുക്കത്തിൽ ഈ യുദ്ധം ഇറാൻ്റെ ഭരണകൂടത്തെ തകർക്കാനോ അവരുടെ ആണവ പദ്ധതിയെയോ സൈനിക ശേഷിയോ പൂർണ്ണമായി ഇല്ലാതാക്കാനോ വേണ്ടിയുള്ളതാണ്. എന്നാൽ ഓരോ ആക്രമണത്തെയും അതിജീവിച്ച് ഇറാൻ മുന്നോട്ട് പോകുമ്പോൾ അത് ഇസ്രായേലിൻ്റെ സൈനിക മേധാവിത്വത്തിനുള്ള തിരിച്ചടിയായി മാറുന്നുണ്ട്.